നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെയായി കുവൈറ്റിൽ വ്യാജ വിസയിൽ പെട്ടുപോകുന്നവരുടെ കണക്ക് കൂടി വരികയാണ്. ഇതിൽ പെട്ടുപോകുന്നതിൽ ഒട്ടുമിക്കവരും ഇന്ത്യയിൽ നിന്നെത്തുന്ന സ്ത്രീകളാണെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് പെട്ടുപോകുന്ന സ്ത്രീകളിൽ കൂടുതലും മലയാളി യുവതികളാണെന്ന വാർത്തയും പുറത്തേക്ക് വന്നതാണ്. അതിനാൽ തന്നെ കുവൈറ്റിൽ വിസ കച്ചവടക്കാർക്കെതിരെയുള്ള ശിക്ഷ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. മനുഷ്യക്കടത്തിനെതിരെ കർശന നടപടിയുമായിട്ടാണ് ബന്ധപ്പെട്ട സർക്കാർ സമിതിയുടെ നീക്കം തുടങ്ങിയത്. ജനസംഖ്യ അസന്തുലിതം പരിഹരിക്കാൻ രൂപീകരിച്ച സമിതിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ശുപാർശകളും അടങ്ങിയ റിപ്പോർട്ട് സാമ്പത്തിക കാര്യ മന്ത്രാലയം മറിയം അൽ അഖീലിന് സമർപ്പിച്ചിരിക്കുന്നത്. വിസ കച്ചവടം നടത്തുന്നവർക്കെതിരെ 6 വർഷം വരെ തടവും 4000 ദിനാർ പിഴയും റിപ്പോർട്ടിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം വാണിജ്യ മന്ത്രാലയം, മാനവ വിഭവശേഷി സമിതി, മുനിസിപ്പാലിറ്റി മുതലായ 4 സർക്കാർ ഏജൻസികളുടെ മേൽനോട്ടത്തിൽ വിസ കച്ചവടത്തിന് മാത്രമായി പ്രവർത്തിക്കുന്ന കടലാസ് സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കാനും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഹവല്ലി, ഖൈത്താൻ, ഫാർവാനിയ, ജിലീബ് അൽ ഷുയൂഖ്, മഹബൂല മുതലായ പ്രദേശങ്ങളിലെ വ്യാപാര സമുച്ചയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഓഫീസുകളിലായിരിക്കും പരിശോധന ഇതിനോടകം തന്നെ ശക്തമാക്കാൻ തീരുമാനിച്ചത്. 100 മുതൽ 200 ദിനാർ വരെ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് വിസ കച്ചവടം നടത്തുന്നു എന്നതും വ്യക്തമാണ്. ഈ ഓഫീസുകളുടെ പേരിൽ 4 വിസകൾ വരെ നേടുകയും വിസ ലഭിച്ചു കഴിഞ്ഞ ശേഷം ഓഫീസുകൾ അടച്ചുപൂട്ടുകയും ചെയ്യുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 66,000 വിസകൾ നേടിയതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് തന്നെ. ഇത്തരം കടലാസ് കമ്പനികൾ കണ്ടെത്തുന്നതിന് രാജ്യത്തെ 6 ഗവർണറേറ്റുകൾ കേന്ദ്രീകരിച്ച് സംയുക്ത പരിശോധനാ സംഘത്തെ നിയോഗിക്കുവാൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാണിജ്യ സമുച്ചയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ച് മാനവ വിഭവശേഷി സമിതി ഉദ്യോഗസ്ഥർ നേരത്തെ നൽകിയ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയായിരിക്കും പരിശോധന നടത്തുക എന്നത്. ഇത്തരത്തിൽ പരിശോധന കർശനമാക്കിയതിനുള്ള കാരണം കുവൈറ്റിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 40,000-ഓളം തൊഴിലാളികളാണ് പുതുതായി എത്തിയിരിക്കുന്നത്. ഗാർഹിക തൊഴിലാളികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ നിന്നാണെന്നാണ് ലഭിച്ചിരുന്ന വിവരം. മാൻ പവർ അതോറിറ്റിയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ 24.2% വർധനവാണ് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2018 ജൂൺ മുതൽ 2019 ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് 4 ലക്ഷത്തോടടുപ്പിച്ച് ഗാർഹിക തൊഴിലാളികളാണ് പുതുതായി കുവൈറ്റിലെത്തിയത്. ഗാർഹിക മേഖലയിൽ തൊഴിലെടുക്കുന്ന വിദേശികളിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 3,27,000 ഇന്ത്യക്കാർ കുവൈറ്റിലെ ഗാർഹിക ജോലി ചെയ്യുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 1,37,000 പേരുമായി ഫിലിപ്പീൻസ് ആണ് 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, എത്യോപ്യ, നേപ്പാൾ തുടങ്ങിയ രാജ്യക്കാരും ഗാർഹിക ജോലിക്കാരായി ഇതിനോടകം തന്നെ എത്തിയിട്ടുമുണ്ട്. ഗാർഹിക തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ ഈ മേഖലയിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ് കുവൈറ്റ്. എന്നതിനാൽ തന്നെ കുവൈറ്റിലേക്കുള്ള വിസ കച്ചവടക്കാർക്കെതിരെയും കച്ചമുറുക്കി ഒരുങ്ങിയിരിക്കുകയാണ് കുവൈറ്റ് അധികൃതർ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.